നമസ്കാരം. റെസ്റ്റോറൻറ്റുകാർക്ക് ഒരു കൺഫ്യൂഷനാണ്. 5% GST വേണോ 18% വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് സ്റ്റഡിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. GST നിയമത്തിൽ റൂം റെൻറ്റിന് കൊടുക്കുന്നവർക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 18% ആയിരിക്കും. എപ്പോഴാണ്? കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഏതെങ്കിലും ഒരു റൂമിൻ്റെ താരിഫ് നിങ്ങൾ ചാർജ് ചെയ്ത എമൗണ്ട് 7,500 രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ. അപ്പോൾ അവർക്ക് ആ ചോയ്സ് ഇല്ല. ചോയ്സ് ഉള്ളത് ആർക്കാണ്? റൂമുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, റൂമിൻ്റെ താരിഫ് 7,500 താഴെയാണ് എങ്കിൽ അങ്ങനെയുള്ള ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ച് 5% വേണോ 18% വേണോ എന്ന് അവർക്ക് ഡിസൈഡ് ചെയ്യാം. 18% വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണോ? മാർച്ച് 31, 2025 മുമ്പ് അനക്ഷർ GSTയുടെ സൈറ്റിൽ നമ്മൾ ഫയൽ ചെയ്യണം. ഒരു കാര്യം ഓർത്തിരിക്കുക, നമുക്ക് റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ GST റേറ്റ് എന്ന് പറയുന്നത് 5% ആയിരിക്കും. ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5% വേണോ 18% വേണോ. അപ്പോൾ ഈ 18% ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് എടുക്കാം, 5% ആണെങ്കിൽ ഇൻപുട്ട് എടുക്കത്തില്ല. ആർക്കാണ്? ഏതെങ്കിലും റെസ്റ്റോറൻറ്റിന് റൂം റെൻ്റ് ഉണ്ട്. റൂം റെൻ്റ് കഴിഞ്ഞ വർഷം ഒരു റൂമിന് പോലും 7,500 രൂപയിൽ കൂടരുത്, അതിൽ താഴെ ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന ഓപ്ഷൻ എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് ഉണ്ടെന്ന് ഓർത്ത് ചാടിക്കയറി നമ്മൾ എന്ത് ചെയ്യരുത്? 18% ക്ലെയിം ചെയ്യരുത്. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. നമുക്കൊരു ബിരിയാണി എക്സാമ്പിൾ എടുക്കാം. ആ ബിരിയാണി നമുക്കൊന്ന് കൊട്ടിച്ചു നോക്കാം. കഴിക്കാൻ വേണ്ടിയല്ല, GSTയുടെ പർപ്പസിന് വേണ്ടി നമ്മൾ ബിരിയാണിനെ കൊട്ടിക്കുവാണ്. അപ്പോൾ ഒരു ബിരിയാണിക്ക് 200 രൂപയാണ് പ്രൈസ് എന്ന് കൂട്ടുക. 200 രൂപയാണ് പ്രൈസ്, 5% ആണ് ടാക്സ് റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 200 × 5 10 രൂപ ടാക്സ് അടയ്ക്കാം. അതല്ല നിങ്ങൾ 18% ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 200ൻ്റെ 18% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 36 രൂപ ടാക്സ് അടയ്ക്കാം. പക്ഷേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റാണ് ഇവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതെന്ന് റഫായിട്ടൊന്ന് നോക്കിയാൽ, നമ്മൾ ബിരിയാണി പൊട്ടിക്കുവാണ്. അപ്പോൾ 200 രൂപയുടെ ഒരു ബിരിയാണി പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ മേജറായുള്ളൊരു കമ്പോണൻസ് ലേബറും പ്രോഫിറ്റും ആയിരിക്കും. അപ്പോൾ ഒരു 50% ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുക, പ്രോഫിറ്റിന് കൂട്ടിക്കൂ. അപ്പം 100 രൂപ. അപ്പോൾ ഈ 100 രൂപയ്ക്കകത്ത് പ്രോഫിറ്റും ഉണ്ട്, ലേബറും ഉണ്ട്, അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അത് പോയി. ബാക്കി 100 രൂപയുടെ പക്ഷേ മെറ്റീരിയൽ കോസ്റ്റും പിന്നെ അസറ്റ് അതിൻ്റെ ഒരു പ്രൊപ്പോർഷനേറ്റും കൂടിയാണ് നോട്ടിക്കൂ. അപ്പം മെറ്റീരിയൽ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണി എക്സാമ്പിൾ എടുത്താൽ അതിനകത്ത് മേജറായുള്ളൊരു കോസ്റ്റ് എന്ന് പറയുന്നത് ചിക്കനാണ്. അപ്പോൾ ലൈവ് ചിക്കന് GST ഇല്ല, അപ്പോൾ അതിന് ഇൻപുട്ട് ക്ലെയിം കിട്ടത്തില്ല. പിന്നെ വരുന്നതാണ് റൈസും, പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കുറേ ഇൻഗ്രീഡിയൻസ്. റൈസ് ബ്രാൻഡഡ് റൈസൊക്കെയാണെങ്കിൽ 5% ആയിരിക്കും മാക്സിമം GST. അപ്പോൾ ഈ 50 രൂപയ്ക്ക് മെറ്റീരിയൽ കോസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ അതിൽ മെയിൻ വരുന്ന റൈസിനൊരു 5% ആണ് ടാക്സ്. ഇപ്പോൾ ഈ 50 രൂപയുടെ ഒരു ആവറേജ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10% ആവറേജ് എടുത്തു കഴിഞ്ഞാൽ തന്നെ 5 രൂപ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻപുട്ട്. അപ്പം 36 രൂപ ടാക്സ് അടയ്ക്കുന്നവർക്ക് എലിജിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 രൂപ അല്ലെ 6 രൂപ അല്ലെ 10 രൂപയെ പോയുള്ളൂ. അപ്പോൾ ബാക്കി ഒരു 26 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും 18% ഓപ്ഷൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ പലരും പറയും, സാർ ഈ പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് മേടിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് എടുക്കാമോ? യെസ്, അവിടെ മേടിക്കുന്ന പ്ലേറ്റ്സ്, ഫർണിച്ചേഴ്സ്, അവിടെ ഈ പറയുന്ന ഫുഡ് ബേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ക്യാപിറ്റൽ ഗുഡ്സ് മേടിച്ചാൽ നോർമലി അതിൻ്റെയൊക്കെ ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ അങ്ങനെ പലരും എന്ത് ചെയ്യും? 18% ടാക്സ് പേയും, മാക്സിമം ഇൻപുട്ട് അവർ ക്ലെയിം ചെയ്യും. ഔട്ട്പുട്ട് ടാക്സ് ഒരു 5% 10% ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബിരിയാണിയുടെ കൂട്ട് പൊട്ടിക്കോവും GSTക്കാർ പൊട്ടിച്ച് കഴിയുമ്പോൾ. കാരണം അവസാനം നിങ്ങളുണ്ടാക്കിയ ബിരിയാണി 200 രൂപയ്ക്ക് ഉണ്ടാക്കിയ ബിരിയാണിയുടെ ബ്രേക്കപ്പ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആകെ കൂടി റൈസും കുറേയേറെ മെഷീനറിയും മാത്രമേ കാണുള്ളൂ. അപ്പം ഈ 5% വേണോ 18% വേണോ എന്നൊരു പ്രാക്ടിക്കൽ കേസ് എടുത്തതിന് ശേഷം അനലൈസ് ചെയ്ത് നോക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ കേസും. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? 18% വേണമെന്നാണ് ഡിസൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാവൂ. കാരണം വൺസ് നമ്മളൊരു ഓപ്ഷൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വർഷം ആ പറയുന്ന ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് റൂൾ.